ഈ ഓണത്തിന് ഡൽഹിയിൽ നിന്ന് കിട്ടിയ ഒരു ഓർഡറാട്ടോ. ഡൽഹിയിലൊരു ഷോപ്പിലേക്ക് നമ്മൾ ചെയ്തു കൊടുത്ത ഓർഡറുകളുടെ കുറച്ച് ഫോട്ടോസാണ്. അപ്പോൾ നമുക്ക് ഡിസൈൻസ് ആദ്യം നമ്മൾ അവരെ കാണിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എൻ്റെ മോൾക്ക് ക്രിയേറ്റ് ചെയ്ത് ഞങ്ങളും ക്രിയേറ്റ് ചെയ്ത് ഫോട്ടോ അയച്ചു കൊടുത്തതിന് ശേഷമാണ് ആൾക്കത് ഇഷ്ടപ്പെട്ട് നമ്മളോട് ഓരോന്ന് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ സെലക്ട് ചെയ്ത കുറച്ച് ഡ്രസ്സുകളുടെ ഫോട്ടോസാണ് ഞാനിതിനകത്ത് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഷോപ്പിലേക്ക് നമ്മൾ ഹോൾസെയിലായിട്ട് ചെയ്തു കൊടുത്തതാണ് കേട്ടോ. നിങ്ങൾക്കും ഇനിയും ഷോപ്പുകളിലേക്ക് ഹോൾസെയിലായിട്ട് ചെയ്തു തരണമെങ്കിൽ നിസ്സാര കുറച്ച് സമയം കൂടി ഉള്ളൂ ഓണത്തിന്, എങ്കിലും നമ്മളിതുപോലെ ചെയ്തു തരുന്നതായിരിക്കും. ഈ ഡബിൾ മുണ്ടിലും ഇതുപോലെ ഡിസൈൻസ് ചെയ്ത് ഷർട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കസ്റ്റമൈസേഷൻ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ അളവുകളും പറഞ്ഞു തന്നാൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഒരു ബണ്ടിൽ നമ്മൾ ഡൽഹിയിലേക്ക് അയച്ചു. രണ്ടാമത്തെ ബണ്ടിൽ നമ്മൾ പാക്ക് ചെയ്ത് ഇന്ന് വൈകിട്ട് അയച്ചു. ഇനിയും ഒരു ബണ്ടിൽ കൂടി അയക്കാനുള്ളത് തയ്ച്ച് തീരാനുണ്ട്. അതിനി തിങ്കളാഴ്ചത്തേക്ക് അയക്കണം. രാത്രിയെ ശരിക്കും നമ്മൾ പകലാക്കിക്കൊണ്ട് അധ്വാനിച്ചാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്ത് കറക്റ്റായിട്ട് അവർ പറയുന്ന സമയത്ത് നമ്മൾ ചെയ്തു കൊടുക്കണം ഷോപ്പിലേക്കൊക്കെ ആകുമ്പോൾ. അപ്പോൾ അവർക്ക് ഇവിടുന്ന് നമ്മൾ എയർ അയക്കുകയാണെങ്കിൽ 3 ദിവസവും, അല്ലാതെ പോസ്റ്റലൊക്കെ ആകുമ്പോൾ 8 ദിവസവും എടുക്കും. അപ്പോൾ നമ്മളങ്ങനെ നേരത്തെ ചെയ്താലാണ് അവർക്ക് പറയുന്ന സമയത്ത് അവിടെ കിട്ടിയാലുള്ള കാര്യമുള്ളൂ. അങ്ങനെ കഴിഞ്ഞ വർഷം നമുക്ക് ഓണത്തിന് ആദ്യമായിട്ട് അവരുടെ ഓർഡർ കിട്ടി. രണ്ടാമത് ഈ വർഷവും അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് എനിക്ക് കസ്റ്റമൈസേഷന് നമ്മളെ സമീപിച്ച് ഒത്തിരി ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട്. അതിനെല്ലാവർക്കും നമ്മളെ സഹായിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുകയാണ്. കാരണം നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നമ്മളിവിടെ വരെ എത്തിയതാണ്. ഷോപ്പൊക്കെ ഞാൻ ക്ലോസ് ചെയ്ത് 3-4 മാസം നമ്മൾ വീട്ടിലിരുന്ന് ആകെ ഡിപ്രഷനൊക്കെ അടിച്ചിരുന്ന് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.